ആപ്പിളിന്റെ ഐഫോൺ SE സീരീസിലെ പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ലോഞ്ച് ഡേറ്റ് ഏകദേശം കൺഫേം ആയതുപോലെയാണ്. ഇപ്പോൾ കറക്റ്റ് ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യും എന്ന് അവർ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഒരു ലോഞ്ച് ഇവന്റ് അവർ കൺഫേം ചെയ്തിട്ടുണ്ട്. അതിൽ പുതിയൊരു പ്രോഡക്റ്റ് വരും എന്നും പറഞ്ഞിട്ടുണ്ട്. അത് മിക്കവാറും ഈ ഒരു ഐഫോൺ SE 4 എന്നുള്ള സ്മാർട്ട് ഫോൺ തന്നെയായിരിക്കും. പിന്നെ പേരും ഇപ്പൊ കൺഫേം ആയിട്ടില്ല. ഐഫോൺ SE 4 ആയിരിക്കും എന്നുള്ള റിപ്പോർട്ടിലുണ്ട്. അതുപോലെ തന്നെ 16E എന്ന പേരിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം എന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ട്. എന്തായാലും പുതിയൊരു കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഐഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പം ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും അറിയാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഐഫോൺ SE 4 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ 16E എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. അപ്പം ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ ആയിരുന്നു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 6.1 ഇഞ്ചിന്റെ സൂപ്പർ റെക്ടിന XDR OLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. അപ്പം ഐഫോൺ 14 പോലുള്ള ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. പിന്നെ വലിയൊരു നോച്ചും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഇപ്പോൾ ഡൈനാമിക് ഐലൻഡ് ആയിരിക്കില്ല ഇതിൽ വരിക, വലിയ നോച്ച് വരും. പിന്നെ കൂടിയ റീഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യില്ല. 60 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് ആയിരിക്കും ഇതിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഐഫോൺ 14 പോലുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയായിരിക്കും ഇതിലോട്ടും വരിക. പിന്നെ ടച്ച് ഐഡിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഫേസ് ഐഡി ആയിരിക്കും ഇതിൽ വരിക. ഇനി പ്രോസസ്സറുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ A18 ബയോണിക് ചിപ്പ് ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള A18 ബയോണിക് സീരീസിൽ വരുന്ന ഒരു പ്രോസസ്സർ തന്നെ ഇതിൽ വരും. അപ്പം മികച്ച പെർഫോമൻസ് അത്യാവശ്യം കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഈ ഒരു ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. അത്യാവശ്യം കുറഞ്ഞ എന്ന് പറയാൻ പറ്റില്ല, നമുക്കൊരു 45,000 50,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ എക്സ്പെക്ട് ചെയ്യാം. ആ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു പെർഫോമൻസ് വരുന്നതായിരിക്കും. പിന്നെ 5G സപ്പോർട്ടൊക്കെ ഉണ്ടാവും. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ആപ്പിൾ ഇന്റലിജൻസിന്റെ ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഈവൻ ഇപ്പം ആപ്പിൾ ഐഫോൺ 15 പോലും ആപ്പിൾ ഇന്റലിജൻസിന്റെ ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നില്ല. ആ ഒരു ഫോണൊക്കെ 50,000 രൂപയ്ക്ക് മുകളിൽ വരുന്ന ഫോണുകളാണ് 60,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പം അതിലും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണിൽ ആപ്പിൾ ഇന്റലിജൻസിന്റെ ഫീച്ചർ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ 8GB റാമും കാര്യങ്ങളൊക്കെ ഇതിൽ വരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആപ്പിൾ ഇന്റലിജൻസിന്റെ ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ 8GB റാം ഉണ്ടാവും. പിന്നെ iOS 18 സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ സിംഗിൾ ക്യാമറ ആയിരിക്കും വരിക. 48 മെഗാ പിക്സലിലെ മെയിൻ ക്യാമറ സെൻസർ ഇതിൽ വരുന്നതായിരിക്കും. ഇപ്പം ഐഫോൺ 16 ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ എക്സ്ട്രാ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് ഒരു കോസ്റ്റ് കട്ടിംഗ് ആയിരിക്കും ഇത്. പിന്നെ ഫ്രണ്ടിൽ 12 മെഗാ പിക്സലിലെ ഒരു സെൽഫി ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ പൊതുവെ ആപ്പിളിന്റെ ഡിവൈസുകളിൽ നല്ലൊരു ക്യാമറ പെർഫോമൻസ് കാണാറുണ്ട്. അപ്പോൾ സിംഗിൾ ക്യാമറ ആണെന്നുണ്ടെങ്കിലും നല്ലൊരു ക്യാമറ പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ ഐഫോൺ 14 പോലെ 3279 mAh ബാറ്ററി വന്നേക്കാം. എല്ലാം നിലയിൽ അതിൻ്റെ അടുത്ത് വരുന്ന ഒരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ 20 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് വരുന്നതായിരിക്കും. വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വന്നേക്കാം. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി 19 ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഫെബ്രുവരി 19 അവരൊരു ലോഞ്ച് ഇവന്റ് കൺഫേം ചെയ്തിട്ടുണ്ട്. അതിൽ പുതിയൊരു പ്രോഡക്റ്റ് വരും എന്നും പറഞ്ഞിട്ടുണ്ട്. അത് മിക്കവാറും ഈ ഒരു ഫോൺ തന്നെയായിരിക്കും. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിലെ വില $499 ആയിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. അതായത് 43,200 രൂപ പ്രൈസ് റേഞ്ചിൽ. പക്ഷേ ഇന്ത്യയിൽ വില കുറച്ചും കൂടി കൂടാൻ ചാൻസ് ഉണ്ട്. 45,000 to 50,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഐഫോൺ SE 4 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.